പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, കരുണയുടെ തിരുമണിക്കൂറിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളോട് കാണിച്ച വലിയ ആ സ്നേഹത്തെയും കരുണയെയും കരുതലിനെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, നീ കൽപ്പിച്ചതുപോലെ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ, നിന്റെ കരുണയിൽ അഭയം പ്രാപിച്ച് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ഞങ്ങളിത് ആഗ്രഹിച്ച് നിന്റെ മുമ്പിലായിരിക്കുന്നു. കരുണയോടെ ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ കരുണയുടെ വലിയ സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാൽവരിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തത്തുള്ളികളുടെയും യോഗ്യതയാൽ ഓരോ ദിവസവും ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ പാപക്കറകൾ കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിനോട് എന്തുമാത്രം ഐക്യപ്പെടുവാൻ പരിശ്രമിക്കുന്നു, അത്രമാത്രം നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ നമ്മളെ വലയം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആഴത്തിൽ നമ്മളെ സഹായിക്കുന്നത് വചനത്തിലൂടെ നമ്മൾ ഈശോയെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് എല്ലാവരെയും പ്രബുദ്ധരാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതായിരുന്നു. തൻ്റെ പിതാവായ ദൈവത്തെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ, പിതാവായ ദൈവത്തിൻ്റെ കരുണയെ എല്ലാവരും അറിയണം. അതിനുവേണ്ടി ഈശോ എല്ലാവരോടും ദൈവരാജ്യത്തെക്കുറിച്ചും പിതാവായ ദൈവത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും പുത്രനായ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഈ ആളുകളെ പഠിപ്പിക്കുകയാണ്. പക്ഷെ അത് അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സ് കാണിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു, ഫരിസേയരും നിയമജ്ഞരും ഒക്കെ. കാരണം അവർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും സാധിക്കാതെ പോയത് അവർ ായിട്ടാണ് മുന്നോട്ട് പോകുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈശോയെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈശോയെ ഈ നമ്മുടെ മുമ്പിൽ നിന്നൊക്കെ ഒഴിവാക്കിയെടുക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടെ ഈശോയെ പരീക്ഷിക്കുവാനായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. അങ്ങനെ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ അടുക്കലേക്ക് അവർ കൊണ്ടുവരിക. മോശയുടെ നിയമം അനുസരിച്ച് അങ്ങനെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ ഒരു സ്ത്രീയെ വിചാരണയൊന്നും കൂടാതെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ടുള്ള എല്ലാ നിയമസാധ്യതകളും അവരുടെ മുമ്പിലുണ്ട്. അവർക്ക് വേറെ ആരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണോ, അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ആ ഒരു വലിയ നിയമം മോശയുടെ നിയമത്തിലുണ്ട്.
അവർക്കത് പാലിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അവരെല്ലാവരും ചേർന്ന് ഈ ഒരു സ്ത്രീയെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈശോയെ കൂടെ ഈ കൂട്ടത്തിൽ കൊടുക്കാം എന്നുള്ള ചിന്തയോടുകൂടെയാണ്. അവൻ്റെ വാക്കുകളാലും അവൻ്റെ പ്രവർത്തികളാലും അവനെ കൊടുക്കാനായിട്ട് ആ ഒരു സ്ത്രീയെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരികയാണ്. എപ്രകാരമാണ് ഈശോ ഈ ഒരു സാഹചര്യത്തെ നേരിടുന്നത്? എപ്രകാരമാണ് ഈശോ ഈ ഒരു സ്ത്രീയോട് പെരുമാറുന്നത്? അതിലൂടെയൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈശോയെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു വലിയ ചാൻസ് കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടെയാണ് നിയമജ്ഞരും ഫരിസേയരും ഈ ഒരു സ്ത്രീയെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. തൻ്റെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി അവസാന നിമിഷം മനസ്സുരുകി അവൾ ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവും. എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, നീ എന്നെ രക്ഷിക്കണമേ എന്ന് അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഏത് സാഹചര്യത്തിലൂടെയാണ് അവൾ കടന്നുപോയതെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെ അവൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ആ നിമിഷത്തിൽ അവൾ മനസ്സുരുകി വിളിച്ചിട്ടുണ്ടാവും, എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, എല്ലാവരാലും വെറുക്കപ്പെട്ട് കഴിയുന്ന എന്നെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. ഈശോയുടെ പക്കൽ കൊണ്ടുവരുന്ന കഴിഞ്ഞ സമയത്ത് ഈശോ നിലത്തിരുന്ന് എഴുതുകയായിരുന്നു. എല്ലാവരും വന്ന് ആക്രോശത്തോടുകൂടെ അവളെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുകയും അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഈശോ അതൊന്നും ഗൗനിക്കാതെ ഈശോ നിലത്തിരുന്ന് എഴുതുകയാണ്. കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് വചനം പറയുക. അവർ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ന്യായീകരണങ്ങൾ പറഞ്ഞ് അവളെ വെറുതെ വിടുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഈശോ അവരോട് പറയുന്നില്ല. ഈശോ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവർ, ഈശോയുടെ ആ ഒരു വലിയ ഒരു പാപിയോടുള്ള ഒരു വലിയ പെരുമാറ്റവും ആ ഒരു സമീപനവും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈശോ പിതാവായ ദൈവം മനുഷ്യവംശത്തിന് നൽകിയ കരുണയാണ് എന്ന് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് എപ്രകാരമാണ് ഈശോ പാപിയായ ഒരു വ്യക്തിയോട് പെരുമാറുന്നത്. ഈശോയ്ക്ക് പറയാവുന്ന കാര്യമാണ്, നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉള്ളവളാണ്, അതുകൊണ്ട് നിങ്ങൾ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊന്നുകൊള്ളുക. ഈശോയ്ക്ക് അത് പറയാമായിരുന്നു. പക്ഷേ ഈശോയുടെ ഏറ്റവും വലിയ ഒരു സ്നേഹമെന്ന് പറയുന്നത് ആരും നശിച്ചു പോകാൻ പാടില്ല, ആരും ഇത്രമാത്രം വേദനിക്കാൻ പാടില്ല, നൊമ്പരപ്പെടാൻ പാടില്ല. കാരണം ഇത്രമാത്രം സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമാണ് നിൻ്റെ മുമ്പിലുള്ളത്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ആ ദൈവം ഇതാ ഇമ്മാനുവേലായി അവളുടെ മുമ്പിലുണ്ട്. അത്രമാത്രം ഒരു വലിയ സ്നേഹത്തിൻ്റെ കരുണയുടെയൊക്കെ ഒരു സമീപനം ഈശോയിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചു. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരിക്കലും അവളുടെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഈശോ ഇങ്ങനെ ഒരു പെരുമാറ്റം അവളോട് ചെയ്യുമെന്ന് ഒരിക്കലും അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ആ സാഹചര്യത്തിൽ ഈശോ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അത് അവരുടെ ജീവിതത്തിലേക്ക് നോക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ആഹ്വാനമായിരുന്നു. ഈശോയുടെ വാക്ക് കേട്ട് എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ എന്തുമാത്രം പാപത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, എന്തുമാത്രം അയോഗ്യതയുള്ളവനാണ് ഞാൻ. മറ്റുള്ളവരുടെ പാപം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ പാപത്തെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവളെക്കാളും കൂടുതൽ പാപം ചെയ്ത വ്യക്തികളായിരുന്നു അവരുണ്ടായിരുന്നവർ. അവരെല്ലാവരും കല്ലും ഒക്കെ താഴെയിട്ട് അവിടെ വിട്ടുപോവുകയാണ്. ആരും അവളെ കല്ലെറിഞ്ഞില്ല. ഈശോയ്ക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കല്ലെറിയാമായിരുന്നു. പക്ഷേ ഈശോ പറയുന്നത്, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഈശോയ്ക്ക് ഉത്തരം മാത്രമേ പറയാനുള്ളൂ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ കരുണയുടെ ഒരു വലിയ അടയാളമാണ്.
ഇത്രമാത്രം സ്നേഹത്തോടെ, ഇത്രമാത്രം കരുതലോടെ ഈശോ പറയാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ നിന്നെ കല്ലെടുത്തെറിയാം. പാപമില്ലാത്തവനാണ് ഞാൻ. പക്ഷേ ഈശോ പറയുന്ന കാര്യം, ഞാൻ നിന്നെ കല്ലെടുത്തെറിയുന്നില്ല, നിന്നെ വിധിക്കുന്നുമില്ല. ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നീ ചെയ്യേണ്ട കാര്യം ഇനി പാപം ചെയ്യാതെ ജീവിക്കുക. ഇനി പാപം ചെയ്യാതെ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കരുണയുടെ, ഈ കൃപയുടെ സമയത്ത് ദിവ്യകാരുണ്യനാഥനോടൊപ്പം നമ്മളും കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കാം. ഈശോ നമ്മളെ നോക്കി പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും മറ്റുള്ളവർ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാണിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ പാകപ്പിഴകളും താളപ്പിഴകളും ഒക്കെ വന്നു പോകുമ്പോൾ അവരോടൊക്കെ നമ്മൾ പറയണം, അയ്യോ അവരത് ചെയ്തു, ഇവരത് ചെയ്തു, ഇതൊക്കെ പറഞ്ഞ് അത് വലിയൊരു പ്രഹസനമാക്കി മാറ്റുന്ന സ്വഭാവമൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ളപ്പം നമ്മൾ വിധിക്കുന്നതിനേക്കാൾ ഉപരിയായി, മറ്റുള്ളവരുടെ പാപങ്ങളിൽ അവരെ വിധിക്കുന്നതിനേക്കാൾ ഉപരിയായി അവരെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് തയ്യാറാകണം. അപ്രകാരം നമ്മൾ ഒരു ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ, വിശുദ്ധ ഫൗസ്റ്റിനായ്ക്ക് ഈശോ കൊടുത്തതുപോലെ ഉള്ളൊരു വലിയ ഒരു ടൈറ്റിൽ നമുക്കും തരും. ഇനി മുതൽ നീ എൻ്റെ കരുണയുടെ സാക്ഷിയായിരിക്കും. ഇനി മുതൽ നീ എൻ്റെ കരുണയുടെ സാക്ഷിയായിട്ട് മാറും ജീവിതകാലം മുഴുവൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ അപ്രകാരം മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു മടിയും കൂടാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും, വീണ്ടും പാപത്തിൽ വീണുപോയാലും തിരിച്ച് 10 ഇരട്ടി സ്നേഹത്തോടെ വീണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കുറവാണ് പാപം ചെയ്തിട്ടും അനുതാപമില്ലാതെ പാപത്തിൻ്റെ അവസ്ഥയിൽ തുടരുക എന്നുള്ളത്. നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ഈ കൃപയുടെ സമയം ദിവ്യകാരുണ്യനാഥനോടൊപ്പം ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, പാപത്തിൽ നിന്നൊക്കെ മാറി, പാപത്തിൽ നിന്നൊക്കെ വിടുതൽ ലഭിച്ച്, പാപത്തെയും പാപസാഹചര്യങ്ങളെയും പൈശാചിക തിന്മകളെയുമെല്ലാം ശക്തികളെയുമെല്ലാം ദൂരെ മാറ്റി എറിഞ്ഞ് വിശുദ്ധിയോടെ സ്നേഹത്തോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, പാപത്തിൽ നിന്നൊക്കെ മാറി വിശുദ്ധിയോടെ ജീവിക്കുവാൻ കർത്താവെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും തടസ്സങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിക്കാം. കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈശോയെ, എല്ലാവരും നിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ, നിൻ്റെ കരുണയിൽ അഭയം പ്രാപിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തവയ്യ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾ നീ ഏറ്റെടുക്കണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച്, കർത്താവ്, ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു, ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.